എന്താ വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? സുഖമാവട്ടെ, അടിച്ചു പൊളിച്ച് ഉഷാറായിട്ട് പോട്ടെ അല്ലേ? പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല കേട്ടോ. നമ്മൾ ജീവിതങ്ങൾ ഇങ്ങനെ 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 പോകുമ്പോൾ ഏകദേശം ഒരു 30 വയസ്സ് വരെയൊക്കെ നമുക്ക് ഓർത്തിരിക്കാതെ ഇങ്ങനെ പോകും. ഒരുപാട് നാൾ നമുക്ക് ആയുസുണ്ടല്ലോ എന്നുള്ള ലെവലിൽ ഇങ്ങനെ പോകും. കാരണം ഒരു 5 വയസ്സ് മുതൽ നമ്മൾ പഠനമായിട്ട് ഇങ്ങനെ പോവുകയാണ്, ഒരു 10, 17, 18 വയസ്സ് വരെ. ആ കാലയളവ് അങ്ങനെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു കല്യാണം കാര്യങ്ങളിലേക്കും ഒരു 10, 24 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് അപ്പോൾ അതിന് വേണ്ട പൈസയും കാര്യങ്ങളൊക്കെ സമ്പാദിക്കാൻ, അല്ലെങ്കിൽ വീട് വെക്കാൻ, അല്ലെങ്കിൽ പെങ്ങളെ കെട്ടിക്കാൻ, അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഒരു കുറച്ച് വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി. പിന്നെ നമ്മൾ ജീവിതമൊക്കെ തുടങ്ങി അത് ആസ്വദിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ മക്കളും മാതാപിതാക്കളും തമ്മിലുണ്ടാവും, ചിലപ്പോൾ ഭാര്യ ഭർത്താവിനോടുണ്ടാവും, ഭർത്താവ് ഭാര്യനോടുണ്ടാവും. അതും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് ബന്ധത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു വിള്ളലുണ്ടാവും. ചില കാര്യങ്ങൾ സംസാരിച്ച് തീർന്നതിന് പകരം നമ്മൾ മനസ്സിലിട്ടിട്ട് ഇങ്ങനെ നടന്ന് 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 അതിങ്ങനെ വലിയ പകമായിട്ട് നമ്മളെ വർഷം ഒരുപാട് അങ്ങോട്ട് കഴിഞ്ഞു പോയിക്കും. പിന്നെ അങ്ങനെ ഒരു 40, 45 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ 45 വയസ്സിൻ്റെ ഇത് കഴിഞ്ഞു പോയില്ലേ, ഇതിൽ ഞാൻ എന്ത് നന്മ പ്രവർത്തിച്ചത്, ആരോടൊക്കെ ചിരിച്ചത്, ആരോടൊക്കെ കളിച്ചത്, എനിക്ക് എന്ത് ഹാപ്പിനെസ്സാണ് കിട്ടിയത്. പിന്നെ നമുക്ക് സാധാരണഗതിയിൽ ഒരു 60, 65 വയസ്സിൻ്റെ ഉള്ളിലൊക്കെയാണല്ലോ ഇപ്പോൾ ആളുകൾ മരണപ്പെട്ടു പോകണം. അതിൻ്റെ ഇടയ്ക്കും മരിക്കും. പക്ഷേ ഒരു മാക്സിമം നമ്മളൊരു കാൽക്കുലേഷൻ ഉണ്ടാവില്ലേ, ഒരു 60, 65 വയസ്സ് തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു 10, 20 വർഷം മാത്രമാണ് നമുക്ക് ഇനി ബാലൻസ് ഉള്ളത്. അതിൽ ചിലപ്പോൾ കുട്ടികളെ കെട്ടിക്കേണ്ടി വരും, വീട് വെച്ചിട്ടില്ലെങ്കിൽ വീട് വെക്കേണ്ടി വരും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഉത്തരവാദിത്തം തന്നെ. പിന്നെ നമുക്ക് സന്തോഷിക്കാനൊന്നും സമയമല്ലേ. അപ്പോഴും നമ്മൾ ആരോടെങ്കിലും തെറ്റിയതും വാശി മാത്രമാണ് നമ്മളെ മനസ്സിൽ ഓർത്തിരിക്കാണ്ടാവുള്ളൂ. സന്തോഷങ്ങളൊന്നും അവിടെ ഇല്ലാതായിപ്പോയി. അപ്പോൾ എനിക്ക് പറയാനുള്ളതൊന്നുമല്ല, നമുക്ക് പല പ്രശ്നങ്ങളും മനസ്സിലിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കണ നേരം ഒരു വട്ടമേശ സമ്മേളനമായിട്ടൊന്നും കൂടുന്നൊന്നുമില്ല. ഒരു 10 മിനിറ്റ് ആ വ്യക്തിയോട് സംസാരിച്ചില്ലേ നമ്മളെ മനസ്സിലെ പ്രയാസങ്ങൾ തീർക്കണം. മനസ്സിങ്ങനെ ചുരുങ്ങിക്കല്ലേ, അത് ചുരുക്കല്ല. അത് എത്രങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു സ്ഥലത്ത് നിന്ന് ദുനിയാവിൻ്റെ ഏതെല്ലാം അറ്റം വരെ നമ്മൾ ഈ മനസ്സുകൊണ്ട് കാണൂലേ. അപ്പോൾ അതാണ് പറഞ്ഞത്, ഇവിടെയൊക്കെ സഞ്ചരിക്കും നമ്മൾ. അപ്പോൾ അതിനിങ്ങനെ വിശാലത കിട്ടണമെങ്കിൽ പകയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് തീർത്ത് ഹാപ്പി ആയിട്ട് പോവുക. കുറഞ്ഞ കാലമുള്ളൂ. ഏതൊരാളും വന്നാലും പോയാലും നമ്മൾ മരിച്ചാൽ കുറച്ച് നാളെ നമ്മളെ ഒന്ന് ഓർക്കുള്ളൂ. പിന്നെ ഓരോ തിരക്ക് പൊട്ടുപോയി. പിന്നെ നമ്മൾ ആർക്കാരും വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മനസ്സിൽ പേറി നടക്കുന്നത്. മാക്സിമം അതൊക്കെ ഒന്ന് ഫ്രീ ആക്കുക. എല്ലാവരോടും ചിരിച്ച് കളിക്കുക. ചെയ്യാൻ പറ്റുന്ന നന്മ ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുക. ആർക്കും ദ്രോഹം, ചിലപ്പോൾ നമ്മൾ ചില വർത്തമാനങ്ങൾ പറയേണ്ടി വരും കേട്ടോ, ചില വ്യക്തികളോടൊക്കെ പറഞ്ഞാലും അത് ആ സമയത്ത് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ തിരുത്തണം. അത് അന്നോ പറഞ്ഞൊരു വാക്കാന്ന് എഴുതിങ്ങാണ്ട് നമ്മൾ മനസ്സിലിട്ട് നടക്കരുത്. സന്തോഷത്തോടെ ഈ ഭൂമിയിൽ കുറച്ചുള്ളൂ. നമ്മളൊരു 10, 40 വയസ്സൊക്കെ കഴിയുമ്പോൾ തിരിഞ്ഞ് നോക്കുക എന്ന് പറഞ്ഞത് അപ്പോഴാണ് നമുക്ക് സങ്കടം ഉണ്ടാവുക. കാരണം ഇനി നമ്മൾ ശിഷ്ടകാലത്തരുള്ളൂ എന്ന്. അപ്പോൾ മാക്സിമം ഹാപ്പി ആയിട്ട് ജീവിക്കുക, അതിന് ശ്രമിക്കുകയും അതിൽ നമുക്ക് ബാലൻസ് ആയിട്ട് മരിച്ചു പോയാൽ നമ്മളെ കൂടെ ദുനിയാവിലിരുന്ന ആളുകൾക്ക് ഓർക്കാണ്ടാവുള്ളൂ. വെറുപ്പും വിദ്വേഷമൊക്കെ ഒഴിവാക്കുക.